എല്ലാ വർഷവും മരം നട്ടു തുടങ്ങുന്ന പാരിസ്ഥിതിക ദിനം. ഇനി നമുക്ക് അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ നട്ട മരങ്ങളുടെ ചിത്രങ്ങൾ കൂടിയാവാം. വൃക്ഷങ്ങൾ പ്രകൃതിയുടെ ആത്മാവാണ്. ഇതില്ലാതെ നമ്മളില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 2020 കൊറോണയേക്കാൾ പ്രതിസന്ധി സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ ആസ്ട്രേലിയയിലെയും ആമസോൺ കാടുകളുടെയും നശീകരണമാണ്. കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ അവസാനിച്ചേക്കാം. പക്ഷേ മരങ്ങൾ നഷ്ടമാകുന്നത് വരുന്ന തലമുറയോട് തന്നെ ചെയ്യുന്ന ചതിയാണ്. ചെറുപ്പത്തിൽ പഠിച്ച പാഠങ്ങൾ നന്മയുടെ വിത്തുകളായിരുന്നല്ലോ. ആ എന്നാൽ അമ്മയെന്നും ആ എന്നാൽ ആനയെന്നും ഈ ഇലയെന്നും ഈ ഈച്ചയെന്നുമായിരുന്നല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മൾ മറന്ന് പോയിരിക്കുന്നു. അക്രമവും ആപത്തും ഇകഴ്ത്തലും ഈർച്ചയുമൊക്കെയായി മാറിയിരിക്കുന്നു. മസുനോബു ഫുക്കുവോക്ക പ്രകൃതിക്ക് മറക്കാനാകാത്ത മഹാനായ മാനവ ദർശകനാണ്. തൻ്റെ ആശ്രമത്തിൽ വരുന്നവർക്ക് അദ്ദേഹം ഒരു ചെറിയ വൈക്കോൽ സമ്മാനമായിട്ട് നൽകാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും, ഈ ചെറിയ വൈക്കോലിൽ പ്രകൃതിയുടെ മുഴുവൻ താളമുണ്ട് എന്ന്. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അദ്ദേഹം രചിച്ച ദ വൺ സ്ട്രോ റെവല്യൂഷൻ, ഒറ്റ വൈക്കോൽ വിപ്ലവം, പ്രകൃതി സ്നേഹികൾക്ക് ഒരു ഹരിത വേദപുസ്തകം തന്നെയാണ്. അദ്ദേഹം അതിൽ പറയുന്നു, പ്രകൃതിയിലേക്ക് മടങ്ങാതെ മനുഷ്യന് രക്ഷയില്ല. എല്ലാ ആരോഗ്യത്തിൻ്റെയും സ്വച്ഛതയുടെയും സൗഖ്യത്തിൻ്റെയും ഉറവിടം പ്രകൃതിയാണ്. അതിനെ മറക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ ജീവിതം നരകതുല്യമാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, പ്രകൃതിയിലേക്ക് മടങ്ങുക, വേ ഗോ ബാക്ക് ടു നേച്ചർ. ക്രിസ്തു തൻ്റെ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താണ് കൊടുക്കുന്നത്? അപ്പം ചോദിച്ചാൽ കല്ലു കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേൾ കൊടുക്കുമോ? മത്സ്യം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ മക്കൾ നമ്മോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്: നമ്മൾ നമ്മുടെ തലമുറകൾക്ക് എന്താണ് കൊടുക്കുന്നത്? 1900 തൊട്ടുള്ള ചരിത്രം നോക്കിയാൽ ആറ്റം ബോംബുകൾ കൊണ്ട് ലോകം നിറച്ചിരിക്കുകയാണ്. എത്ര തലമുറകളെ കൊന്നൊടുക്കുവാനുള്ളതാണ് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന വിഷവാതകങ്ങൾ, അസുരവിത്തുകൾ, പുതിയ തരം രോഗങ്ങൾ വഹിക്കുന്ന വൈറസുകൾ, വിദ്വേഷം, വെറുപ്പ്, ഇത് ഒക്കെയാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഗർഭിണിയായ ആനയുടെ വായിലേക്ക് മധുരം തുളുമ്പുന്ന കൈതച്ചക്ക തോട്ട കലർത്തി കൊടുക്കുന്നത്. ഏദനിലെ മധുരം പുരട്ടിയ വിഷഫലം ഇന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ്: നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാവും നിങ്ങളുടെ പരിസരമെന്ന്. നമ്മുടെ പരിസരങ്ങൾ കൃത്യമായും നമ്മളെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. മധുവും ഗർഭിണിയായ ആനയും ജോർജ് ഫ്ലോയിഡും വിയറ്റ്നാമിലും അതുപോലെ തന്നെ സിറിയയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സംഭവങ്ങളുമൊക്കെ അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാം മക്പേല ഗുഹ വാങ്ങുമ്പോൾ അതിനോട് ചേർന്ന് മരങ്ങൾ കൂടി വാങ്ങിയെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു വലിയ പാഠം തന്നെയാണ്. കാളിദാസൻ തൻ്റെ കൃതികളിൽ രാജകൊട്ടാരത്തിലെ കൃത്രിമമായ കാര്യങ്ങൾ കണ്ടിട്ട് പറയുന്നത് കത്തുന്ന പുരയിൽ കഴിയുന്ന അവസ്ഥ എന്നാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പ്രകൃതിയെപ്പറ്റി നമ്മൾക്ക് പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കപ്പദോക്യൻ പിതാക്കന്മാരുടെ രചനകളിലും പ്രകൃതിയെ സംരക്ഷിച്ചില്ല എങ്കിൽ സർവനാശമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലാണ് എന്ന് തോന്നുന്നു പഠിച്ചൊരു കഥ ഇങ്ങനെയാണ്: രാജാവ് വേഷം മാറി പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു വൃദ്ധൻ വഴിയരികിൽ ഒരു മാവ് നടുന്നു. രാജാവ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തിനാണ് താങ്കൾ ഈ മരം നടുന്നത്? ഇതിന്റെ ഫലം തിന്നുവാനുള്ള കാലം താങ്കൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വൃദ്ധൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറയുന്നു, അല്ലയോ വഴിപോക്ക, ഇന്ന് നമ്മൾ കഴിക്കുന്ന മാങ്ങയും ചക്കയും ഫലങ്ങളും ഒന്നും നമ്മൾ നട്ടുപിടിപ്പിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ ഭക്ഷിച്ചില്ല എങ്കിലും ഈ വഴിയിൽ കൂടി കടന്നു പോകുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് തണലും വിശപ്പടക്കുവാനുമാകും. ഒരു മരവും തൻ്റെ ഫലം തനിക്കായി കായ്ക്കുന്നില്ല, തൻ്റെ തണലിൽ നിൽക്കുന്നതുമില്ല. എല്ലാം മറ്റുള്ളവർക്കായിട്ടാണ്. ഇതിനേക്കാൾ വലിയ സന്ദേശമുണ്ടോ? ഒന്നുകൂടി ഫലമുള്ള വൃക്ഷത്തിൻ്റെ ശിഖരം താണിരിക്കും, കുറച്ചുകൂടി എളുപ്പത്തിൽ പ്രകൃതിക്ക് ലഭ്യമാകുവാൻ. അതിൻ്റെ ഭാഗമാണല്ലോ നമ്മളും. ഈ പുഴയും പൂവും പൂമ്പാറ്റകളും തേനീച്ചയും മരങ്ങളും
വായുവും മഴയും മാരുതനും നക്ഷത്രങ്ങളും കാടുകളും മൃഗങ്ങളും പക്ഷികളും ഇനിയും തിരിച്ചറിയാത്ത ആയിരം ജീവികളും. നാളെ നമ്മളും പറയുവാൻ പോകുന്ന ഒരു വാക്ക് ആയി മാറരുത്. പ്ലീസ്, ഐ കാൻ ബ്രീത്ത്. പ്ലീസ് മാൻ, മനുഷ്യ, എനിക്ക് ശ്വസിക്കുവാൻ കഴിയുന്നില്ല. ജീവിക്കുവാൻ അനുവദിക്കുക. ദൈവം